ലൈഫ് ഓഫ് ട്രാവലേഴ്സിന്റെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആനക്കോട്ടയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആനക്കോട്ടയിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലൈഫ് ഓഫ് ട്രാവലേഴ്സിന്റെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന ആനക്കോട്ടയിലാണ്. ആനക്കോട്ടയിലെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള കുറെ ആനകളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അവയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ ആനക്കോട്ടയുടെ വിശേഷങ്ങൾ നമുക്ക് കുറെ പങ്കുവെക്കാനുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും ഇവിടുത്തെ ആനകളുടെ വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ഫുള്ളായി കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ കാണുന്നതാണ് പുനത്തൂർ കോട്ട. പുനത്തൂർ കോട്ടയുടെ അകത്താണ് ഗുരുവായൂർ ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വിസ്തൃതി 11.5 ഏക്കർ ഭൂമിയാണ് ഇതിന്റെ വിസ്തൃതിയായിട്ട് കാണപ്പെടുന്നത്. പഴയ കാലങ്ങളിലെ സൂപ്പർ ഹിറ്റ് സിനിമയായ ഗുരുവായൂർ കേശവൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഒരു വടക്കൻ വീരഗാഥ ഇവിടെയാണ് ഷൂട്ടിംഗ് നടന്നിരുന്നത്. നമ്മൾ ഇതിന്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ഈ കാണുന്ന ആന മദപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്തു നിന്നും വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ സൂചകമായി ഒരു ബോർഡും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആന മദപ്പാടിലാകുമ്പോൾ അവർ നമ്മളെ എന്തെങ്കിലും എടുത്ത് എറിയാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്കും ഇവിടുത്തെ മനോഹാരിത കാണാൻ സാധിക്കും. വളരെ ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. പലതരം മരങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഇവിടെ. പുനത്തൂർ കോട്ടയുടെ പല ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇതിന്റെ അടുത്തായി നമുക്ക് വലിയൊരു കുളം തന്നെ കാണാൻ സാധിക്കും. ആനകളെ ഇവിടെ ഇറക്കി കുളിപ്പിക്കാറാണ് പതിവ്. ആനകൾ കുളിക്കുന്ന ഒരു കുളം കൂടിയാണ് ഇത്. ആനകൾക്ക് കഴിക്കാനുള്ള പനമ്പട്ടയാണ് നമ്മളിവിടെ കാണുന്നത്. രാവിലെ ഇവർ ലോറിയിൽ ലോഡ് ഇറക്കി പോയിട്ടിരിക്കുകയാണ്. ഏകദേശം 60ഓളം ആനകളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. കുറച്ചകലെയായി കുറെ ആനകളെ കെട്ടിയിട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും. അതെല്ലാം ആനകൾക്ക് മദപ്പാടുള്ളതിനാൽ മാറ്റി കെട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് മറ്റു ആനകളുടെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. ആനയും കടലും നമുക്ക് എത്ര നോക്കി നിന്നാലും മതിവരാത്ത ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആനയുടെ അടുത്താണ്. നന്ദൻ എന്നാണ് ആനയുടെ പേര്. നമുക്ക് ആനയുടെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. ആനകൾ കുളിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളിൽ ഒരാളാണ്. നല്ലപോലെ അവർ ആസ്വദിക്കുകയും ചെയ്യും. ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പാപ്പാന്മാർ പറയുന്നതെന്തും ഇവർ അപ്പാടെ അനുസരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. നല്ല അനുസരണയുള്ള ആനകൾ തന്നെ. പുതുതായി വരുന്ന മെരുക്കമില്ലാത്ത ആനകളെ താമസിപ്പിക്കുന്ന സ്ഥലമാണിത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകൾക്കും ഈ ആനകളെയാണ് ഉപയോഗിക്കുന്നത്. ഇന്നലെ രാത്രി ചടങ്ങുകൾ കഴിഞ്ഞു വന്ന ആനയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നേരം വെളുത്തു കഴിഞ്ഞാൽ ആനകൾക്ക് ഓരോ പണികൾ തന്നെ ഉണ്ടായിരിക്കും. അവർ തലേ ദിവസം കഴിച്ച വേസ്റ്റുകളെല്ലാം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇടേണ്ടതുണ്ട്. അതെല്ലാം അവർ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച ശേഷം എല്ലാം കൊണ്ടുപോയിടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. പാപ്പാൻ പറയുന്നതനുസരിച്ച് ആനകളുടെ ശരീരമെല്ലാം വൃത്തിയാക്കുവാൻ ആന കിടന്നു കൊടുക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. പാപ്പാന്മാർ വൃത്തിയാക്കിയ ശേഷം ആന എഴുന്നേൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ആനകളുടെയും അവരവരുടെ ഇടങ്ങൾ ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തി അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അതവർ കറക്റ്റായിട്ട് രാവിലെ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഈ റോഡിന്റെ സൈഡിലാണ് നിക്ഷേപിക്കുക. വണ്ടികൾ വന്ന് അതെല്ലാം കയറ്റി പോകുന്നതാണ്. പണികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിയും തീറ്റയുമാണ്. ഓരോ ആനകൾക്കുമുള്ള ഭക്ഷണങ്ങൾ പനമ്പട്ടയുമെല്ലാം ഈ ആനകൾ ഓരോ ഇടങ്ങളിൽ കൊണ്ടുപോയി ഇടുന്നതും നമുക്ക് കാണാൻ സാധിക്കും.
മതപ്പാടിലായിട്ടുള്ള ആനകൾക്കുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ഈ ആനകളാണ് അവിടെ കൊണ്ടുപോയി ഇട്ടുകൊടുക്കുക. അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞാൽ പിന്നെ കുളിയും ഭക്ഷണവും എല്ലാമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ മാരേജ് സംബന്ധമായ ഔട്ട്ഡോർ ഷൂട്ടിങ്ങും നടക്കാറുണ്ട്. നമ്മൾ ഈ കാണുന്ന ആന കുറച്ച് മതപ്പാടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്തേക്ക് ആരും തന്നെ പോകാറുമില്ല. ഇവിടെ ആനയുടെ അടുത്തു നിന്നുകൊണ്ട് ഒരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടും ഭയമില്ലാതെയാണ് ആനപ്പാപ്പാന്മാർ ഈ ആനകളെയെല്ലാം കൈകാര്യം ചെയ്യുന്നത്. വളരെ അനുസരണയോടെ നിന്നു കൊടുക്കുന്ന ആനകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ ജോലികൾ ഇനി എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ കാഴ്ചകൾ കണ്ടു നോക്കാം. നമ്മൾ തുടക്കത്തിൽ കണ്ട പനമ്പട്ടകളെല്ലാം തന്നെ എടുത്ത് ഓരോ ആനകൾക്കും എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഇവർക്കുള്ളത്. അതിൽ മതപ്പാടിലുള്ള ആനകൾക്കും ഇവർ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ജോലികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടു നിൽക്കാൻ തന്നെ വളരെ കൗതുകമാണ്.
അവരവരുടെ ജോലികൾ അവർ വളരെ കൃത്യമായി ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ വളരെ കൗതുകകരമായ കാഴ്ച തന്നെയാണ്. ഈ വരുന്നത് ഇന്ദ്രസേനനാണ്. ഇന്ദ്രസേനനാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആന. പനമ്പട്ടയെല്ലാം വെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും അതെല്ലാം എടുത്ത് മറ്റ് ആനകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇവരുടെ ജോലി. അവിടെയുള്ള ഓരോ ആനകളും പല ജോലികൾക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ആ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം പോയതും അറിഞ്ഞില്ല. പാപ്പാന്മാർ പറയുന്നത് അനുസരിക്കുന്ന ആനകളുടെ ചില സൗണ്ടുകളും നമുക്കിതിൽ കേൾക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ടിരിക്കാൻ.
സമയം പോകുന്നത് അറിയുമേയില്ല. എങ്കിലും മറ്റു ലൊക്കേഷനിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതുള്ളതിനാൽ ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ബൈ. അങ്ങനെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വരുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ.